കോട്ടയം മയർക്കുന്നത്തെ ജിസ്മോളുടെയും മക്കളുടെയും മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ആവശ്യം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ജിസ്മോളുടെ പിതാവ് തോമസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. നിലവിൽ ഏറ്റുമാനൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആത്മഹത്യയായിരുന്നു ജിസ്മോളുടെയും മക്കളുടെയും. ഇപ്പോൾ എന്താണ് കുടുംബത്തിന്റെ ആവശ്യം? അങ്ങനെ ഫൈനലി നല്ലൊരു തീരുമാനത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. കാരണം ക്രൈംബ്രാഞ്ചിന് കേസ് കൊടുക്കണം. സത്യം. കാരണം ഇപ്പം ഇത്ര കാലമായിട്ടും അല്ലെങ്കിൽ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലധികമായി. ഒരു മാസമായിട്ട് പോലും വേണ്ട ഒരു തീരുമാനമോ ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജിസ്മോളെ ഏറ്റവും കൂടുതൽ മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ അമ്മായിയമ്മേനെ പോലും ഇവരൊന്ന് വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലീസിന് ഒന്നിയെങ്കിൽ നല്ല രീതിയിലുള്ള എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മുകളിലെ ഉദ്യോഗസ്ഥരെ കയ്യിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടാവാം. എന്താ നടക്കുന്നേ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു മാസമായിട്ടും ഇത്രത്തോളം തെളിവും ഇത്രത്തോളം ഡിസ്കഷനും ഇത്രത്തോളം അപ്ഡേറ്റും വന്നിട്ട് ഒന്നും ഒരു തീരുമാനമായില്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് നല്ലത്. ക്രൈംബ്രാഞ്ചിന് കൊടുക്കാം, എന്നിട്ട് നോക്കാം എന്താ നടക്കുന്നതെന്ന്. ബാക്കി ന്യൂസ് നോക്കാം. കണ്ണൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ട് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി, ഭർത്തൃപിതാവ് ജോസഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റവും അതോടൊപ്പം ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസെടുത്തിരുന്നത്. എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡൗട്ടാണ്, ഈ ഗാർഹിക പീഡനം ഓട്ടോമാറ്റിക്കലി പ്രൂവൺ ആണ് ഫ്രം ദ റെക്കോർഡിങ്. അച്ഛൻ്റെയും ലൈക്ക് അനിയൻ ഓർ ഏട്ടൻ്റെ മൊഴിയിൽ കൂടെ. ഇത് രണ്ടിൻ്റെയും ബേസിസിലുള്ള ശിക്ഷ ഇപ്പോൾ കറണ്ട് ഈ പെർട്ടിക്കുലർ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലേ? എനിക്കറിയില്ല. ഈ നെയിം അറിയുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. എൻ്റെ ഒരു ചോദ്യമാണ്. കാരണം ഇത് രണ്ടും പ്രൂവൺ ആണ്. ഇതിൻ്റെ പേരിലെങ്കിൽ ഇതിപ്പോൾ ഇവന്മാരെയും കൊണ്ട് നാട് മുഴുവൻ സർക്യൂട്ട് അടിച്ച് വർത്താനം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. അതെ, ജിസ്മോളുടെ ഭർത്താവിന്റെ സഹോദരിയെയും ഈ കേസിൽ പ്രതി ചേർക്കുകയും ചെയ്തു. പക്ഷേ മറ്റു തുടർ നടപടികളൊന്നും പിന്നീട് ഉണ്ടായില്ല. അറസ്റ്റിൽ കാര്യങ്ങൾ അവസാനിച്ചു എന്നതാണ് കുടുംബത്തിന്റെ ആക്ഷേപം. അതുകൊണ്ട് തന്നെയാണ് ജിസ്മോളുടെ പിതാവ് തോമസ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. 100% ശരിയാ. പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്കും ഇല്ല. കാരണം ഇവരെങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യമല്ല. ഫ്രണ്ടോട്ടും കുറേ പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്. ആ പ്രൊസീജിയറിലോട്ട് ഒന്നും നീങ്ങുന്നില്ല. പെങ്ങൾ പ്രതിപട്ടികയിൽ ചേർത്തു എന്ന് പറയുന്നത്. ചേർത്തിട്ട് കാര്യമല്ല. പെങ്ങൾ ഇപ്പോഴും UK യിലായിരിക്കുന്നത്. അവളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്താനുള്ള എന്തെങ്കിലും ഒരു പ്രൊസീജിയറോ കാര്യങ്ങളോ ചെയ്തോ? ഇല്ല. ഇപ്പോൾ ഒരു മാസമായി. സാധാരണ കോമൺ ആയിട്ടുള്ള ഈ ലോ സിസ്റ്റമോ ലീഗൽ സിസ്റ്റത്തെക്കുറിച്ചോ വലിയ നോളജ് ഇല്ലാത്ത ഒരാളുടെ അടുത്ത് വരെ ജിസ്മോൾ കേസ് എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അവർ വരെ വളരെ പെർഫെക്റ്റ് ആയി ഇതിനെ പറ്റി പറയുകയും ചെയ്യും. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പോകണമെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇത് ഒരു മാസമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ കൊണ്ട് നടക്കില്ല എന്നുള്ളതായിരിക്കും ചിലപ്പം. അപ്പം അതിന് നല്ലത് നേരെ അവിടേക്ക് കൊടുക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ഏറ്റവും നിർണായകമായ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരുന്നു. ജോസഫിന്റെ ശബ്ദ പരിശോധന അടക്കം ഈ കേസിലെ ഏറ്റവും നിർണായക തെളിവായ ശബ്ദ സന്ദേശം എന്നത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ജോസഫിന്റെ ശബ്ദം പരിശോധിക്കുന്നതിനായി തിരുവനന്തപുരത്തെ ലാബിൽ എത്തിച്ച് പരിശോധന അടക്കം പൂർത്തിയാക്കിയിരുന്നു. അത്തരം നടപടിക്രമങ്ങൾ എല്ലാം റിസൾട്ട് ഓറിയന്റേറ്റഡ് ആണ്. നമുക്ക് റിസൾട്ടാണ് വേണ്ടത്, ഫൈനൽ റിസൾട്ടാണ് വേണ്ടത്. ഈ ജിമ്മിനെ കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ആളെ ജയിലിലിട്ടു. ഇതാണ് ഫൈനലി വേണ്ടത്. അതിനു മുമ്പ് ഈ തെളിവ് കളക്ഷൻ്റെ ഭാഗമായിട്ട് ഈ 1 മാസം 2 മാസം പോകുന്ന സമയത്ത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് പേടി ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് പേടി ഉണ്ടാവും. കാരണം ഓപ്പോസിറ്റുള്ള സൈഡിലുള്ള ആൾക്കാരെ കുറിച്ച് നല്ല നോളജ് ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് വഴി ഇവർ രക്ഷപ്പെടുമെന്ന് തോന്നാം. അതിനവരെ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ടീമിനോടോ അല്ലെങ്കിൽ ഹോൾ ലീഗൽ സിസ്റ്റത്തിനോടോ പറയാനുള്ളത്, എത്രത്തോളം നമ്മളൊരു കാര്യത്തിൻ്റെ കേസ് ഫാസ്റ്റ് ആക്കുന്നോ മൂവ് ഫോർവേഡ് ചെയ്യുന്നോ അത്രത്തോളം റിസൾട്ട് ഉണ്ടാവും. ഈവൺ ഇപ്പോൾ നടന്ന കുറച്ചധികം കേസസ് നിങ്ങൾ എടുത്തു നോക്കുക. ഏതൊക്കെ കേസസിനാണ് നമുക്കൊരു കൺക്ലൂഷൻ വന്നിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കൺക്ലൂഷൻ വന്നത് ഗ്രീഷ്മേൻ്റെ എങ്ങാനുമാണ്, എത്രയോ മുമ്പ് നടന്നത്. അല്ലാണ്ട് ഏത് കേസിനാണ് ഒരു കൺക്ലൂഷൻ വന്നത്? മേഘ വലിയൊരു ഇഷ്യൂ ആണ്. ഇതുവരെ സുശാന്ത് എന്ന് പറഞ്ഞ ചെക്കനെ പിടിച്ചിട്ട് കൂടിയില്ല. അവൻ എവിടെയാന്ന് പോലും അറിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടെ ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തു ഇത്രയും കാലമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന അതേ സെയിം പ്ലേസിൽ നടന്ന ഒരു നേഴ്സും 2 മക്കളും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ
അതിന് എവിടെയാണ് ഒരു കൺക്ലൂഷൻ ഉണ്ടായിട്ടുള്ളത്? അപ്പം മേ ബി നമ്മുടെ പോലീസ് ഫോഴ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും, നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുന്നുണ്ടാവും, നമ്മൾ 100% അതിന് വേണ്ടി വർക്കും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിലുപരി അതിനൊരു റിസൾട്ട് വരുന്ന സമയത്താണ് അതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ടാവുക. അപ്പം ആ ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കാം മേ ബി അവർ ഇത് വേറൊരാൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം നമുക്കിനി അടുത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ടൊരു കുറച്ച് ന്യൂസ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതോടൊപ്പം പോലീസ് അന്വേഷണം വളരെ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. പോലീസ് അന്വേഷണത്തിൽ ഒരു വേഗത കൈവരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല പോലീസിന്. കാരണം ജിസ്മോളുടെ അമ്മായിയമ്മയെ ഇതുവരെ പോലീസിന് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞിരുന്നാലും അതിനു മുമ്പ് അവർ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലുണ്ട്. ഇതുവരെ പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നതിനോ അവരുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എടുക്കുന്നതിനോ ഇതുവരെ പോലീസ് തയ്യാറായില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റാണ് ചേട്ടൻ ചോദിച്ചത്. എന്തുകൊണ്ട് ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ ഫസ്റ്റ് ടൈം തന്നെ അമ്മ ഇസ് എ നോട്ടഡ് പേഴ്സൺ. അതിനുശേഷം മാത്രമേ അച്ഛൻ്റെ പേര് തന്നെ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾ അപ്പോൾ വിളിച്ചില്ല, ചോദിച്ചില്ല, ഫോണ് കൈവശം വെച്ചില്ല? ഇപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഫോണ് കൈവശം വെക്കാൻ പോലും പറ്റില്ല. അതാണ് പറയുന്നത്, ഇഴഞ്ഞാണ് നിങ്ങൾ നീങ്ങുന്നത്. ഈ പെർട്ടിക്കുലർ വീഡിയോ ക്ലിപ്പിങ്ങിലുള്ള എല്ലാ ഭാഗങ്ങളും ഞാൻ കാണിക്കും. കാരണം ഈ ഭാഗം മുഴുവൻ കാണിച്ചാലേ എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് കൊടുക്കണം എന്ന് അവർ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ പോലീസ് തയ്യാറായില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഉടനെ ചെയ്യും എന്ന് പറയുന്നതല്ലാതെ അതിനൊരു സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. അതോടൊപ്പം വീട്ടുജോലിക്കാരിയെ കുറിച്ചുള്ള അന്വേഷണം, അവരോടുള്ള മൊഴിയെടുക്കുന്നതൊക്കെ പോലീസ് ഒത്തിരി വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു സമ്മർദ്ദം പോലീസിൻ്റെ മേലുള്ളതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കേസിൽ പിന്നെ വിവാദമായിക്കൊണ്ടിരുന്ന അല്ലെ ഞാനൊക്കെ സംസാരിച്ച ഒരു ഭാഗമായിരുന്നു വീട്ടുവേലക്കാരിയുടെ എന്ന് വെച്ചാൽ അവിടുത്തെ സെർവൻറ്റിന്. അപ്പോൾ ആ സെർവൻറ്റിന് ഇന്നേ അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് മാങ്ങാണ്ടിയാണ് ഈ കേസിൽ നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിലും വലിയ ചോദ്യമൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഈ കേസിൽ ചോദിക്കാനില്ല. കാരണം ആ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെപ്പോലും ഒരു മാസത്തിനിടയിൽ വിളിച്ച് ചോദിച്ചിട്ട് കൂടിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും വിളിച്ച് ചോദിച്ചാൽ പിന്നെ എന്താണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്? ആ ജിമ്മീൻ്റെ അച്ഛനെയും കൊണ്ട് ട്രിപ്പ് അടിക്കുകയാണോ? ഇപ്പോൾ ഈ എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഈ വോയിസ് റെക്കോർഡിംഗ് വന്നു എന്ന് പറയുന്നത്. നമ്മളുടെ സൈബർ സെല്ല് വളരെ സ്പീഡാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് അല്ലാത്ത കാര്യങ്ങൾക്കല്ല. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഇവർ 3 പിടിച്ച് 3 ഫോണ് സൈബർ സെല്ലിന് കൊടുത്ത് റെക്കോർഡിംഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബിലീവ് വിത്തിൻ 2 days ഈ റെക്കോർഡിംഗ് കിട്ടില്ലായിരുന്നോ? പിറ്റേ ദിവസം തന്നെ ഇവരെയൊക്കെ പിടിച്ചുകൂടായിരുന്നു. വൈ 1 month ഇതിന് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണേ. അതോടൊപ്പം ഇപ്പോൾ ദീപ UK ദീപയുടെ മൊബൈലിലേക്കാണ് ഈ മെസ്സേജ് എല്ലാം പോയിരിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതിനു മുമ്പും പിൻപുമുള്ള ഒരുപാട് മെസ്സേജുകൾ ദീപയുടെ ഫോണിൽ ഉണ്ടായിരിക്കും. അത് റീഡ്രൈവ് ചെയ്തെടുക്കണമെങ്കിലും അവരുടെ ഫോൺ കൈവശം എടുക്കണമെങ്കിലും ഒക്കെ അവരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് ലുക്കൗട്ട് നോട്ടീസ് കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഇത് ചെയ്യാൻ സാധിക്കില്ല. അതിന് അവരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച് അവരെ കൊണ്ടുവരാനുള്ള നടപടികളിലേക്ക് കിടക്കണം. അതിന് ലോക്കൽ പോലീസിന് എത്രമാത്രം സാധിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ നിരവധിയായി കോംപ്ലിക്കേറ്റഡായ കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഈ അന്വേഷണം ഇപ്പോൾ ലോക്കൽ പോലീസിൽ നിന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിനെയോ അതുപോലെയുള്ള ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജിസ്മോളുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് ഇന്നലെ ഒരു പരാതി അയച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലെ അഭിഭാഷകർ ഈ വിഷയത്തിൽ ശക്തമായിട്ട് 100 അല്ല 200 അല്ല 300% പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇതിലൊന്നുപോലും തെറ്റില്ല. കാരണം അനിയത്തീൻ്റെ റെക്കോർഡിങ്സ് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ UK അനിയത്തീനെ നാട്ടിലെത്തിക്കാൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഈ കേസുമായി നിലനിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 തെളിവിനെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കേസിനൊരു കൺക്ലൂഷൻ കിട്ടുക? ഇങ്ങനെ എഴഞ്ഞ് നീങ്ങുക. ഞാൻ പറയില്ലേ, ഒരു കാര്യത്തിന് നമ്മൾ എത്രത്തോളം അവസരം കൊടുക്കുന്നോ അത്രത്തോളം അവരുടെ സൈഡ് സേഫ് ആക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുക. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് വേഗം മൂവ് ഫോർവേഡ് ചെയ്യണം, സ്പീഡാവണം, സ്ട്രോങ് ആവണം. 2 റീസൺസ് ആണ് ഫോർവേഡ് ചെയ്യാണ്ട് നിൽക്കാൻ സംഭവിക്കുക. ഒന്നെങ്കിൽ നല്ല രീതിയിലുള്ള പ്രഷർ മുകളിലത്തെ നിലയിൽ നിന്ന് നിങ്ങൾക്കുണ്ട് ഈ കേസ് എങ്ങനെയെങ്കിലും തേച്ച് മാച്ച് പോകാൻ. അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ. അല്ലാണ്ട് എന്തുകൊണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ലോകത്ത് ജീവിക്കാൻ പോലും നമുക്കൊരു സേഫ്റ്റി ഇല്ല എന്ന് ഞാൻ പറയും. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, അല്ലെങ്കിൽ ഫുൾ സപ്പോർട്ടുള്ള ലീഗൽ സിസ്റ്റം ഉണ്ട് എന്ന് പറയുന്നത് വെറും
ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. സൈബർ സെല്ലിൽ ഞാൻ കൊടുത്തൊരു കേസിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ 2 മാസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആ അക്കൗണ്ട് ഇപ്പോഴും ആക്റ്റീവാണ്, എൻ്റെ പേരിലുള്ള ഒരു ഫേക്ക് അക്കൗണ്ട്, അതുപോലും പറ്റിയിട്ടില്ല. പിന്നെയാണ് എത്രയോ ഇങ്ങനത്തെ കേസുകൾ. നിങ്ങൾ പറയും വേറെ സൈബർ സെല്ലിൻ്റെ ഒരു കേസല്ല, അത് എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയ കേസാണ്. ഇതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മുന്നോട്ട് നടക്കുന്നുണ്ട്, ബാക്കോട്ട് നടക്കുന്നുണ്ട്, എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു തീരുമാനം ഉണ്ടാക്കാണ്ട് പിന്നെ എങ്ങനെ ഈ ലീഗൽ സിസ്റ്റത്തെ വിശ്വസിച്ചിട്ട് എന്താ കിട്ടുന്നത്? എനിക്കിപ്പോൾ തോന്നുന്നത് ഈ അടുത്ത് ഒരു ഫാദർ മരിച്ചിരുന്നു, സ്വന്തം മകളെ പീഡിപ്പിച്ചവനെ കുത്തി എന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഇനി പുറത്തിറങ്ങുന്നതാണ് തോന്നുന്നത്. കാരണം നിങ്ങളോ പണിയെടുക്കുന്നില്ല, നമുക്ക് നീതിക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ട അവസ്ഥയാണ്. കോടതിയിലെ അഭിഭാഷകർ ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ആദ്യമേ തന്നെ ഇപ്പോൾ ജിസ്മോളുടെ ഭർത്തൃ വീട്ടിൽ നിന്നുള്ളൊരു പീഡനം ഉണ്ടായി എന്നുള്ളൊരു പരാതി നിങ്ങൾ ഉന്നയിച്ചിരുന്നു, ജിസ്മോളുടെ പിതാവ് ഉൾപ്പെടെ. പിന്നീട് പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ഈ ജിമ്മിയുടെ പിതാവിനെ അറസ്റ്റ് ചെയ്തത്. അതെ, കാരണം നമ്മൾ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മൊഴി കൊടുത്തിട്ടും പോലീസ് ആദ്യമൊക്കെ കേസിന് ഒരു ചെറിയ തടസ്സം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വന്നു. 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവരിപ്പോൾ റിമാൻഡിലാണ്. ഇതുവരെ അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. അവർക്കെതിരെ ശക്തമായ തെളിവാണ് കിട്ടിയിരിക്കുന്നത്, ഡിജിറ്റൽ തെളിവാണ്. കാരണം അത് ഒരു നല്ല തെളിവായിട്ട് മാറിയിട്ടുണ്ട്. ഈ മരണവുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന തെളിവ് കുറച്ച് ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. കുറേ സംഭാഷണങ്ങൾ, പിതാവ് മകളോട് പറയുന്ന കുറേ സംഭാഷണങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ശക്തമായ ഒരു തെളിവ്. ശിക്ഷ ലഭിക്കാവുന്ന, എന്തായാലും ശിക്ഷയിൽ നിന്ന് ഊരാൻ എന്തായാലും ഇവർക്ക് സാധിക്കില്ല. കാരണം അത്രയും ശക്തമായ തെളിവാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു, ഈ ജിമ്മി, അതിനെപ്പറ്റി അറിയാം. ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ജാമ്യാപേക്ഷ 2 പ്രാവശ്യം നിരാകരിച്ചു. ഇപ്പം ഈ ഫുള്ളായിട്ടുള്ള ഈ കേസ് കേൾക്കുന്ന സമയങ്ങളിൽ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എനിക്കറിയില്ല നിങ്ങൾക്കറിയോ എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വക്കേറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഞാൻ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ജനാണ്, ലൈക്ക് ഒരു സാധാരണക്കാരിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസോ കാര്യങ്ങളോ കേൾക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഈ രീതിയിലൊക്കെയാണ് തോട്ട് പോവുക. ചിലപ്പോൾ എൻ്റെ തോട്ട് ശരിയാവാം, ചിലപ്പോൾ എൻ്റെ തോട്ട് തെറ്റാവാം. അപ്പോൾ ഒരു കോമണർ എന്ന നിലയിൽ ഇങ്ങനത്തെ വളരെ പരമായിട്ടുള്ള ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ, നിയമം അറിയുന്ന, നിയമത്തിൽ കളിക്കുന്ന ആൾക്കാർക്ക് ഓരോ കാര്യത്തിനെയും ഏത് രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് ടേൺ ചെയ്തിട്ട് ഒരു ഫൈനൽ റിസൾട്ടിൽ കൊണ്ടുപോകണമെന്നറിയാം. അതും ഇവിടെ നടക്കാണ്ട് വരുന്ന സമയത്ത്, ഒരനക്കവും ഇല്ലാണ്ട് വരുന്ന സമയത്താണ് ഈ പ്രശ്നം വരുന്നത്. നമ്മൾ ഈ കോടതി പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, എന്താണ്, കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും നിരപരാധികൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കരുത് എന്ന് പറയുന്ന പോലെ ഇതിനൊക്കെ കുറച്ചുകൂടെ നമ്മൾ മാറ്റിയിട്ട് തെറ്റ് ചെയ്തവർക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം. ഒരിക്കലും അത് മാറ്റരുത്. എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ വീണ്ടും ഞാൻ പറയുകയാണ്. എത്രത്തോളം നമ്മളുടെ ലീഗൽ സിസ്റ്റം ഇങ്ങനെ ഉഴപ്പി കളിക്കുന്നോ, ഇന്നും നാളെയും മറ്റന്നാളും ആയിട്ട് ഇങ്ങനത്തെ 10, 15, 20, 30, 40, 50 കേസ് കേൾക്കേണ്ടി വരും. എന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു കേസ് കണ്ടുപിടിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന് കൊടുക്കേണ്ട ശിക്ഷ കറക്റ്റായിട്ട് കൊടുക്കുന്നോ, അന്നേ വീണ്ടും ഈ ചെറ്റത്തരവും തോന്നിവാസവും ചെയ്യുന്നവന്മാരൊന്നും ഒതുങ്ങും. ഇല്ലെങ്കിൽ മനസ്സിലാവും ഇവിടെ പിടിച്ചാലും സീനൊന്നുമില്ല, 1 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും കാറിൽ കയറ്റും, കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ലീഗൽ സിസ്റ്റം, അല്ലെങ്കിൽ ജനങ്ങളെ സേവ് ചെയ്ത ആൾ, അല്ലെങ്കിൽ ജനങ്ങളെ സപ്പോർട്ടർ, ജനങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞ് സോക്കോൾഡ് മുകളിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ കുറച്ച് ഫ്രണ്ടോട്ടൊക്കെ ഇറങ്ങി വളരെ സീരിയസ് ആയിട്ട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ എന്തെങ്കിലും ഒരു സേഫ്റ്റി ഉണ്ടെന്ന് പറയാം. പിന്നെ ഇതൊക്കെ വേറൊരു കോർണർ തന്നെയാണ്. ഇതൊക്കെ ഒരു കോർണർ തന്നെയാണ്. ഞാനിവിടെ വന്നിരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് കൊണ്ട് ഇത് ഫുള്ള് ഇന്നോട്ട് നാളത്തേക്ക് മാറും എന്നൊരു അഭിപ്രായമൊന്നും എനിക്ക് പേഴ്സണലി ഇല്ല. ഈ ലീഗൽ സിസ്റ്റം സ്ട്രോങ് ആവും, എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഞാൻ പറയുന്നു എന്നില്ല. മോറോവർ നിങ്ങളാണ് ഇതിൽ ലൈഫ് പോകുന്നത്, നിങ്ങളാണ് ബെറ്റർ ആവേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിനാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവോടുകൂടി ഇന്ന് ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവാൻ ശ്രമിക്കുക.
അപ്പോൾ അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ഇനി രാവിലെ തന്നെ ഓഫീസിൽ പോകട്ടെ കേട്ടോ. പിന്നെന്താണ്, എല്ലാവർക്കും സുഖമല്ലേ, അടിപൊളിയായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ആൻഡ് ചീത്ത പറയുന്ന ചേട്ടന്മാരെ, നിങ്ങളുടെ എല്ലാവരുടെ കമൻറ്റും എൻ്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്ത് പറയാനാണ്, നിങ്ങൾക്ക് അതിലൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുന്നു. ആൻഡ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. കാരണം അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്നത് കേട്ട് നിൽക്കാനെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ. സോ താങ്ക് യു ഗൈസ്, ബൈ, സ്റ്റേ ട്യൂൺ. ഞാനിതാ എൻ്റെ വീട്ടിലാണുള്ളത്, എൻ്റെ മുറ്റത്താണുള്ളത്.